ഗായ്സ്, അപ്പം ഞങ്ങളിത് ഇങ്ങോട്ടോ ബസ്സിൽ നിന്നല്ലേ ഞാൻ ഡൽഹി എത്തി വീഡിയോ ഷോർട്സിലാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗായ്സ്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോ കാണാവൂ. അപ്പം ഞങ്ങളിത് വൃന്ദാവൻ കാണാനാണ് പോകുന്നത്. ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഡേ 1 ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് വൃന്ദാവനും അതുപോലെ തന്നെ സിക്കന്ദ്ര ഫോർട്ടും ആണ്. 2 സ്ഥലമാണ് ഞങ്ങളിന്ന് വിസിറ്റ് ചെയ്യുന്നത് ഗായ്സ്. അപ്പോൾ വൃന്ദാവനത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ബസ്സിലൊക്കെ കയറി റെഡിയായി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വിധു വന്നതുകൊണ്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു. വിധു വിൻഡോ സീറ്റിലിരുന്ന് ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തിരുന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുതിരാൻ തുരങ്കം എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലത്തെ ഒരു തുരങ്കമായിരുന്നു ഗൈസ് ഇത്. നിറയെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നേരെ കാണുന്നില്ല, ബട്ട് നേരിട്ട് അടിപൊളിയായി കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ചട്നിയും പിന്നെ സാമ്പാറും ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ. പിന്നെ നമ്മൾ അങ്ങനെ ഇതേ ഫുഡ് കഴിച്ച് വന്ന് ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ കോപ്പിറൈറ്റ് ഇഷ്യൂ ആകാൻ ഞാൻ കുറേ എണ്ണത്തിലൊന്നും മ്യൂസിക് ഇടുന്നില്ല ഗൈസ്. അങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ പറഞ്ഞാൽ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ പാട്ടും വെച്ചു. ഡാൻസ് കളിക്കുന്ന കുറച്ച് ക്ലിപ്സ് മാത്രം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ ഡാൻസ് കളിച്ച് പകുതി ആയപ്പോഴാണിത് നമ്മുടെ യമുന റിവർ കണ്ടത്. നമുക്കൊക്കെ ജോഗ്രഫിയിലൊക്കെ പഠിക്കാനുണ്ടാവൂലേ, യമുന റിവർ, സിന്ധു റിവർ, ഗംഗ റിവർ, അതുപോലെ കുറേ റിവേഴ്സ്. അപ്പോൾ അതിൽ ഒരു റിവർ ഞാൻ കണ്ടു ഗൈസ്. അതിലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. പിന്നെ അങ്ങനെ ഇത് വൃന്ദാവൻ എത്തി. ഇതാണ് നമ്മുടെ വൃന്ദാവൻ, അതായത് നമ്മുടെ കൃഷ്ണൻ ജനിച്ച സ്ഥലം, കൃഷ്ണൻ്റെ ജന്മഭൂമി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇത് ദക്ഷിണ മുഖത്ത് എന്തൊക്കെയോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ അച്ചുകുത്തില്ല ആ സംഭവം. ഇവിടെ വന്ന് എല്ലാവർക്കും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും ചെയ്തു തരാൻ വന്നു. ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ദക്ഷിണ എത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് വൃന്ദാവനിൽ ഒരുപാട് സ്ഥലങ്ങൾ നല്ല അടിപൊളിയായി കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്ന സമയത്ത് നല്ല വെയിലുള്ള കാരണം ക്യാമറ ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു. ഇത് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വൃന്ദാവൻ്റെ ഔട്ട് സൈഡ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വൃന്ദാവനൊക്കെ ചുറ്റി കാണുന്നെങ്കിൽ ഒരു ദിവസം വേണം ഗൈസ്. ബട്ട് ഞങ്ങൾക്ക് ഒരു ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് 2 സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യണം. ഇവിടം കഴിഞ്ഞിട്ട് വേണം ഇനി സിക്കന്ദ്ര ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ. അത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അത് കാരണം അങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. ബട്ട് അധികം നേരെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം കണ്ടു, സ്പീഡായി അങ്ങനെ എല്ലാം കണ്ട് പെട്ടെന്ന് പോയി. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. അതേപോലെ ഇങ്ങനെ ഗാർഡനൊക്കെ വന്ന സീനായിരുന്നു ഗൈസ്. പിന്നെ ഇത് ഞാനും അമ്മയും കൂടി പോവുമായിരുന്നു. പിന്നെ ഇത് രഥം കണ്ടു. രഥമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴായിരുന്നു ഞങ്ങളൊരു സംഭവം കണ്ടത്. ഇത് മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ഒരു സംഭവം കേട്ടോ. നല്ല രസം. പിന്നെ കുറേ പശുക്കളും ഒക്കെ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലെ നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. ഇത് കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴായിരുന്നു ഈ സംഭവം കണ്ടത്. ഇതിന് എന്തൊക്കെയോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതാണ് ഞാനിങ്ങനെ പറയാൻ വേണ്ടി മുക്കണത്. എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഇത് ഇപ്പുറത്ത് കൃഷ്ണനും രാധയും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ചുറ്റുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ നോക്കി കുറേ നേരം നിന്നു. ഇവിടെ തന്നെ കുറേ 10-15 മിനിറ്റോളം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കൃഷ്ണന് ഇതിന്ന് വെണ്ണ കട്ട് കുടിക്കുന്നത് പോലെയും ഇത് രാധ കൃഷ്ണൻ എല്ലാവരും ചുറ്റുന്ന പോലെ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തോട്ട് വന്നപ്പോഴായിരുന്നു ഈ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പുറകെ എന്തൊക്കെയോ കഥകളോ എന്തൊക്കെയോ ഐതിഹ്യങ്ങളോ ഉണ്ട് എന്നൊക്കെ പറയണത്. ഇതൊന്നും അറിയില്ല ഗൈസ്. വീട്ടിൽ വയസ്സായ അമ്മൂമ്മമാരോ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയായിരിക്കും. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മ പറഞ്ഞു തന്നത് അവിടെ ഒരു ജയിലുണ്ട്, ജയിലിലാണ് കൃഷ്ണൻ ജനിച്ചതെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക്. ബട്ട് അതൊന്നും മനസ്സിലായില്ല. അമ്മമ്മയോട് ചോദിക്കണം വിചാരിച്ചിട്ട് ഞാൻ അമ്മമ്മയെ കണ്ട അപ്പം മറന്നു പോകും ഗൈസ്. പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ചു പോവുമായിരുന്നു. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ദിവസം വേണം. ഞങ്ങൾക്ക് അങ്ങനെ മൊത്തം കാണാനൊന്നും പറ്റിയില്ല. എന്നാലും പറ്റാവുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ബസ്സിൽ വന്നു. ഇനി കുറേ പേര് വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വൃന്ദാവനത്തിലൊക്കെ പോയി നമ്മൾ ബസ്സിൽ വന്നിരുന്നു. അപ്പോൾ
അപ്പോൾ നമ്മൾ ബസ്സിൽ വന്നിരുന്നപ്പോൾ അജയപ്പോൾ അവിടെ കുഞ്ഞാവൻ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവളെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ദക്ഷ അവളെ കൊഞ്ചിനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഗൈസ് ഈ കാഴ്ച കണ്ടത്. ഇത് കണ്ടിട്ട് കുളം പോലെ ഉണ്ട് ഇല്ലേ, ബട്ട് ഇത് കുളവും പുഴയും ഒന്നുമല്ല, ഇത് നമ്മുടെ സാധാ റോഡാണ്. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നല്ല മഴയായിരുന്നു എന്നാണ് പറയണ കേട്ടത്. അപ്പോൾ അതിൽ നിന്നുണ്ടായ ആ മഴയിൽ നിന്നുണ്ടായ വെള്ളപ്പൊക്കമാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിട്ടും ഈ ഒരാഴ്ചയായിട്ടും ഈ വെള്ളം ഒന്നും വറ്റിപ്പോയിട്ടില്ല ഗൈസ്. പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ജനാലിലേക്ക്, അതായത് നമ്മുടെ ബസ്സിലേക്ക് 2-3 പിള്ളേർ വെള്ളം തെളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്ലാസ്സിലൊക്കെ ആയി. എൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന അവിടെ ഗ്ലാസ്സിൽ. പിന്നെ നമ്മൾ അങ്ങനെ സിക്കന്ദ്ര ഫോർട്ട് എത്തിയിട്ടോ. ഇതാണ് സിക്കന്ദ്ര ഫോർട്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഉമ്മർത്ത് നടന്നൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കൂടെ വരാനാണ് പറയുന്നത്. പിന്നെ ഓരോ സ്ഥലത്തിൻ്റെയും ഹിസ്റ്ററിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദ ഗാർഡനൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈഡ് ഉമ്മർത്ത് പോകുന്നുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ അറിയത്തുള്ളൂ, മലയാളമൊന്നും അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷിലായിരുന്നു ഓരോ കാര്യവും നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഇത് സിക്കന്ദ്ര ഫോർട്ടിനുള്ളിൽ നമ്മൾ പോയിട്ട് അങ്ങനെ വന്ന് ഇരുന്നു ഗൈസ്. തണലത്തെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇതേ ഞാനും അമ്മയും കൂടി ഇരിക്കുകയായിരുന്നു. ഞാൻ തംസപ്പ് കാണിച്ചപ്പോൾ അതേപോലെ എൻ്റെ കോപ്പി അടിച്ച് തംസപ്പ് കാണിച്ചു ഗൈസ് അമ്മ. പിന്നെ നമ്മളങ്ങനെ റൂമൊക്കെ എത്തുമ്പോൾ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുകളിൽ വന്നപ്പോഴായിരുന്നു ഇത് ഡീജനേറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമ്മൾ മെട്രോ കണ്ടത്. മെട്രോയ്ക്ക് നമ്മുടെ സാധാ ട്രെയിൻ പോലെയൊന്നും അല്ല കേട്ടോ, അധികം ലെങ്ത്തൊന്നും ഉണ്ടായിരുന്നില്ല, പേര് മാത്രമേ ഉള്ളൂ ഗൈസ് മെട്രോന്ന്. പിന്നെ നല്ല വെളിച്ചമുള്ള അവിടെ വന്നിരുന്ന് ഞാനും അമ്മയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ സെറ്റിയോ സോഫയോ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ മുകളിൽ കേട്ടോ. മുകളിലായിരുന്നു DJ നൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൈബായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ് വിചാരിച്ചത്, ബട്ട് ഡൈനിങ് റൂമിൽ പോയിട്ടായിരുന്നു കഴിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. സി യു.